ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ പുഴയും കടന്ന സീരിയലിലെ ഗംഗയുടെയും വിനീതിൻ്റെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേൾക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ചത്തെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയാണ് പറയുന്നത്. അങ്ങനെ വിനീതിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് കാവേരിയും നവീനും അങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് വിനീതിനെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നതാണ് ഗംഗയും നവീനും കാണുന്നത്. ആ സമയത്ത് നവീൻ പറയും, വിനീതെ നീ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയും. എനിക്ക് നിങ്ങളുടെ വരണമെന്നുണ്ട്, പക്ഷേ അമ്മ അറിയാതെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്ന നവീനങ്ങ് ദേഷ്യം കയറിയിട്ട് നവീൻ വിനീതിനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഗംഗ പറയും, ഒരു കാര്യം ചെയ്യാം, ഞാൻ വിനീതേട്ടനെ കൂട്ടിക്കൊണ്ട് പോകാം. ഈ സമയത്ത് വിനീതേട്ടൻ്റെ ഡ്രസ്സ് വിട്ട് നവീൻ ഇവിടെ ഇരിക്കണം, നവീനേട്ടൻ്റെ ഡ്രസ്സ് വിട്ടുകൊണ്ട് വിനീതേട്ടൻ എൻ്റെ കൂടെ വരട്ടെന്ന് പറയും. അങ്ങനെ അവരങ്ങനൊരു പ്ലാൻ ചെയ്യും. ഇതെല്ലാം നമ്മുടെ കാവേരിയുടെ ബുദ്ധിയാണ്. കാവേരി പറയും, എത്രയും പെട്ടെന്ന് നമുക്ക് മണ്ഡപത്തിലെത്തണമെന്ന് പറയും. അങ്ങനെ അവർ പരസ്പരം ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്തിട്ട് വിനീതിൻ്റെ മുറി കയറി നവീൻ ഇരിക്കും. അങ്ങനെ വിനീതിനെയും കൂട്ടിക്കൊണ്ട് കാവേരി മണ്ഡപത്തിലോട്ട് വരികയാണ്. ഈ സമയത്ത് ഗംഗ മൂന്നാമത്തെ കല്യാണം മുടങ്ങിയെന്ന വിഷമത്തിൽ ഗംഗ നേരെ ആത്മഹത്യ ചെയ്യാനായിട്ടൊരു മലമുകളിലോട്ട് ചെന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ഇവിടെ ഗംഗ അന്വേഷിച്ച് എല്ലാവരും നടക്കുകയാണ്. ആ സമയത്ത് ഗംഗ അവിടെ നിന്ന് കാണത്തില്ല. എല്ലാവരും പറയും ഗംഗ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് കാണും എന്നൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട്. ആ സമയത്ത് ശാരദ കിടന്നാൽ കരയാണ്. ശാരദ പറയും, കല്യാണം നടക്കണം, എനിക്ക് എൻ്റെ മോളെ ജീവനോടെ കിട്ടിയാൽ മതി. ഞാൻ എൻ്റെ 4 മക്കളെയും കൂട്ടിക്കൊണ്ടാണ് ഈ നാട്ടിലോട്ട് വന്നത്. ഇനി എനിക്ക് എൻ്റെ ഒരു കുഞ്ഞില്ല, നഷ്ടപ്പെട്ട് എനിക്ക് തിരിച്ചു പോകാൻ കഴിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരയും. ആ സമയത്ത് എല്ലാവരും ചേർന്ന് ശാരദയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഗംഗയ്ക്കൊന്നും സംഭവിക്കത്തില്ല, അവൾ മടങ്ങി വരുമെന്നൊക്കെ പറയും. ആ സമയത്താണ് കാവേരി വിനീതിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അവർ കാണുന്നുണ്ട് ഗംഗ മലയുടെ മുകളിൽ നിൽക്കുന്നത്. വിനീതും കാവേരിയും കൂടി ഓടി ചെന്നിട്ട് ഗംഗയെ അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട്. കാവേരി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ഗംഗയെ. ആ സമയത്ത് വിനീത് പറയും, നീ എന്തൊക്കെയാണ് ഗംഗയെ കാണിക്കുന്നത് നോക്കി. വിനീതേട്ടൻ, ഞാൻ കരുതി വിനീതേട്ടൻ മണ്ഡപത്തിലോട്ട് വരുത്തില്ലെന്ന്, എൻ്റെ 3ാമത്തെ വിവാഹം മുടങ്ങി കഴിഞ്ഞ് എൻ്റെ സഹോദരിമാർക്ക് കൂടി ഞാനൊരു ഭാരമാവും എന്നൊക്കെ പറഞ്ഞ് ഗംഗ കരയാണ്. എന്താ ഗംഗ ഇത്, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞ് വിനീതിനൊക്കെ സങ്കടം വരും. അപ്പോൾ നമുക്കിനി എത്രയും പെട്ടെന്ന് മണ്ഡപത്തിലെത്താമെന്നുണ്ട്. കാവേരി അവനെയും കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് അവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ജയബാലൻ വരുന്നത്. ജയബാലൻ അവിടെ അമ്പലത്തിൽ ചെന്ന് നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശാരദയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമാണ് വരുന്നത്. ആ സമയത്ത് വണ്ടി കുറുകെ കൊണ്ട് ചെന്ന് വിനീത് കൊണ്ട് നിർത്തുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗംഗയും വിനീതും കാറിൽ ഇരിപ്പുണ്ട്. ആ സമയത്ത് കാവേരി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ജയബാലനോട് കൊമ്പ് കൊറുക്കുകയാണ്. കാവേരി പറയുന്നുണ്ട്, കാവേരി ലേറ്റായി വന്നാൽ സ്റ്റൈലായേ വരുത്തോളൂ, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന നാടകത്തിനൊക്കെ ഒരു അവസാനം വരും, നിങ്ങളൊരു വഞ്ചകനാന്നുള്ള കാര്യം എൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കുന്നൊരു ദിവസം വരും, ഈ കാവേരി അത് തെളിയിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായ ഡയലോഗൊക്കെയാണ് നമ്മുടെ ജയബാലിൻ്റെ അടുത്ത് കാവേരി പറയുന്നത്. അതിനുശേഷം ഗംഗയും വിനീതിനെയും കൂട്ടിക്കൊണ്ട് കാവേരി നേരെ മണ്ഡപത്തിലോട്ടാണ് വരുന്നത്. ആ സമയത്ത് നീള പറയും, അമ്മേ ദേ ഗംഗേച്ചി വരുന്നെന്ന് പറയും. അപ്പോഴത്തേക്ക് ശാരദയ്ക്ക് അങ്ങ് സന്തോഷവും. ഗംഗയുടെ കൂടെ ഗംഗയുടെ കൈയും പിടിച്ചുകൊണ്ട് വിനീതും വരുന്നുണ്ട്, കാവേരിയും. എന്നിട്ട് പറയും, അമ്മേ ഇനി ഒട്ടും താമസിപ്പിക്കരുത്, എത്രയും പെട്ടെന്ന് ഇവരുടെ കല്യാണം നടക്കണമെന്ന് പറയും. അങ്ങനെ തിരുമേനി വന്നിട്ട് താലിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കഥയ്ക്കൊരു അവസാനം കുറിക്കാൻ വേണ്ടി നമ്മുടെ വിനീതിൻ്റെ കാത്തിരുന്ന ഗംഗയായിട്ടുള്ള കല്യാണം അവിടെ വെച്ച് നടക്കുകയാണ്. അങ്ങനെ അതുവരെ വിനീതിന് ഇഷ്ടമില്ലാതിരുന്ന ഗംഗ പൂർണ്ണ മനസ്സോടുകൂടി ആഗ്രഹിച്ച് തന്നെ വിനീതിനെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് അമ്പലത്തിൽ ദേവി സാന്നിധ്യത്തിൽ വിനീത് ഗംഗയെ താലി ചാർത്തുന്നുണ്ട്. ഇതെല്ലാം അറിയാതെ നമ്മുടെ നിവിൻ അവിടെ ഇരിക്കുകയാണ്. നിവിനാണ് റൂമിൽ ഇരിക്കുന്നതെന്നുള്ളത് വിനീതിൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും മനസ്സിലാവുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി നേരെ റൂമിൽ വരുമ്പോൾ അവിടെ വിനീതിന് പകരം നിവിനാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് തന്നെ നേരെ അത് മനസ്സിലാക്കി അവർ നേരെ ക്ഷേത്രത്തിലോട്ട് വരുന്നുണ്ട്. ക്ഷേത്രത്തിലോട്ട് വരുന്ന സമയത്ത് അവിടെ കല്യാണവും കഴിഞ്ഞ് ഗംഗയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിന് പുറത്തേക്ക് വരുന്ന വിനീതിനെയാണ് സഹോദരിയും അമ്മയും കാണുന്നത്. അവരില്ലാത്തതിൻ്റെ ഒരു വിഷമം വിനീതിനുണ്ട്. സ്വന്തം വിവാഹം നടക്കുമ്പോൾ സഹോദരി അമ്മയും അടുത്ത് വേണമെന്നൊരാഗ്രഹം വിനീതിനുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അങ്ങനെ അവർ വരുന്ന സമയത്ത് ഗംഗ അവരെ കണ്ട് ബാക്കിലോട്ട് മാറുന്നുണ്ട്. വിനീതിന് നല്ല ശരിയൊരു പേടിയുണ്ട്. എങ്കിലും ഗംഗയുടെ കൈ നല്ല രീതിയിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വിനീത് മുമ്പോട്ട് തന്നെ നടക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ആ കഥയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.